ചില റിലേഷൻഷിപ്പിൽ നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും പുറത്തു വരാൻ എത്ര പേർക്ക് സാധിക്കും ഗൈസ്? എല്ലാ കാര്യങ്ങളും എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ്. പഠിത്തം, ജോലി, കൊച്ച്, യൂട്യൂബ്, പ്രമോഷൻ എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കാനുള്ളത് ഗൈസ്, ഞാൻ ആദ്യ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് അത് പലരും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈക്കിന് സൗണ്ട് കുറവാണെന്നുള്ള കാര്യം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഉറക്കെ സംസാരിക്കുവാനായിട്ട്. ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ദയവ് ചെയ്ത് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക, അതിന്റെ സൗണ്ട് കൂട്ടി വെച്ച് കാണാനായിട്ട് ശ്രമിക്കുക. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പൊ ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറേ 2-3 ദിവസമായിട്ട് ഞാൻ കണ്ട ഒരു വിഷയമാണ്. ആക്ച്വലി ആ ഒരു കാര്യം സംസാരിക്കണം. ഒരുപാട് നമുക്ക് ഇന്നത്തെ തലമുറയിലെ യുവതികൾക്ക്, പ്രത്യേകിച്ച് യുവതികൾക്ക് ഒരുപാട് ഇൻസ്പയർ ആവുന്ന ഒരു കുട്ടിയെ കുറിച്ചാണ് ഗൈസ് സംസാരിക്കുന്നത്. കാരണം ആ കുട്ടിയുടെ ഒരു വലിയ തീരുമാനം അത് നമ്മൾ ഉറപ്പായിട്ട് നോക്കി കാണേണ്ടതാണ്. പിന്നെ അതിനകത്ത് വരുന്ന എന്താണ്, എല്ലാവർക്കും അങ്ങനെ ആവാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പറയാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം ഈ സംസാരിച്ചു വരുന്ന വേറെ ആരെ കുറിച്ച് വരും, നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു വിഷയം കടഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചാനലിനെ കുറിച്ചൊക്കെ കാണുന്നത്. കയറി നോക്കിയപ്പോ കറങ്ങി അങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്ന ചാനലല്ല. ആ കുട്ടി ഇപ്പൊ വിദേശത്തോ മറ്റോ ആണ്. അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സിലെ കുഞ്ഞാറ്റയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഞാൻ ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷമാണ് ആ ചാനലിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതും അറിയുന്നതും. ആ കുട്ടിക്ക് ഇപ്പൊ സംഭവിച്ചൊരു വലിയ കാര്യം, ആ കുട്ടി ഇപ്പൊ കടന്നു പോകുന്നൊരു വിഷയം, അതായത് ആ കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സ് ആയി എന്നൊരു വിഷയം. അത് ചർച്ചയാവാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അതുകൊണ്ട് തന്നെ തന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുള്ളി പങ്കുവെക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ അതിന്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1-2 വീഡിയോ ക്ലിപ്സുകൾ ഞാൻ വെക്കാം. ആദ്യം തന്നെ ഞാൻ കാര്യത്തിലേക്ക് വരാം. കുഞ്ഞാറ്റ ഇച്ചായൻ, അങ്ങനെയാണ് അവർ രണ്ടുപേരും അറിയപ്പെടുന്നത്. അതിന്റെ കുട്ടിയുടെ യഥാർത്ഥ പേര് എനിക്ക് അറിയില്ല, കുഞ്ഞാറ്റ എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും ആ കുട്ടി അറിയുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ ആ കുട്ടിക്ക് സംഭവിച്ച വിഷയമാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് ആ കുട്ടിക്ക് അങ്ങനെ ഡിവോഴ്സ് എന്നൊരു കാര്യത്തിലേക്ക് അവർ വരുന്നു. അതായത് അവിടെ സംഭവിച്ച മെയിൻ നമ്മൾ നോക്കിക്കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വളരെ ചെറുപ്പമുള്ള ഹസ്ബൻഡും ആ കുട്ടിയെക്കാളും ഒരുപാട് വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് തന്നെ പ്രധാനമായിട്ടും അവിടെ വിഷയം എന്നൊരു കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഏജ് വളരെ കുറഞ്ഞ ഒരു പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ അവർക്കിടയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണ് പറയുക, നമുക്ക് ടീനേജ് എത്തുമ്പോൾ ഒരുപാട് ആഗ്രഹമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹമുള്ള കാര്യമാണ്. ഒരുപാട് ഏജ് ഡിഫറൻസ് വരെ അത് വിവാഹം കഴിക്കുവാനായിട്ട് ഇപ്പോഴും ഒരുപാട് പേർക്ക് അതിനുവേണ്ടി ആഗ്രഹത്തോടെ ഒരു വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവിടെ നമുക്ക് വന്നു പോയേക്കാവുന്ന ചില പ്രശ്നങ്ങളാണ് ഗൈസ് ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. എന്താണ്, ഒരുപാട് ഏജ് ഡിഫറൻസ് ഇല്ലാത്ത ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് അല്ലെങ്കിൽ സക്സസ് ആയിട്ട് ജീവിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ ഒരു ചിന്ത വേണം, അവന് ഒരു കുടുംബജീവിതം നയിക്കുന്നവനാണെന്നും എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടെന്നും അത് മനസ്സിലാക്കുന്നവനാണെങ്കിൽ മുന്നോട്ട് പോയത് ഏജിൽ യാതൊരു ഇതുമില്ല. എന്നിരുന്നാലും 80% നമുക്ക് സംഭവിച്ചു പോയേക്കാവുന്ന കാര്യങ്ങളാണ് കുഞ്ഞാറ്റയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആ കുട്ടി കുറച്ചധികം കാര്യങ്ങൾ അതിന്റെ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തമായിട്ട് അതിന്റെ കാര്യങ്ങൾ അതിന് പഠിക്കുന്ന, അത് വിവാഹം കഴിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കുഞ്ഞുണ്ടായ സമയത്ത് പോലും അത് പഠിക്കാനായിട്ട് പോവായിരുന്നു. അതിന്റെ പഠിത്തം, യൂട്യൂബ് ചാനല്, വീടിന്റെ വാടക, കാറിന്റെ റെന്റ്, കാറിന്റെ CC, അങ്ങനെ തുടങ്ങിയ അനവധി കാര്യങ്ങൾ, ഒരു കുടുംബം മൊത്തം അത് മുന്നോട്ട് ഓടിക്കുന്ന ഒരു അവസ്ഥ ആ കുട്ടിയായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ രണ്ടുപേര് അല്ലെങ്കിൽ 2 പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ജീവിതം ആരംഭിക്കുന്നു. പലരുടെയും മാനസിക നില അനുസരിച്ച് എന്താണ്, അതിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. ജീവിത സാഹചര്യങ്ങള്, എടുക്കുന്ന തീരുമാനങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വ്യത്യാസം വരും. ചിലവർ അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ വിവാഹം കഴിക്കും, ചിലവർ സ്വന്തമായിട്ടുള്ള ചൂസിങ് ആയിരിക്കും. പിന്നാലെ വരുന്ന കാര്യങ്ങൾ സ്വയമായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നിരുന്നാലും അവനവൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യവും ഉത്തരവാദിത്വം ഉള്ളവനാണെങ്കിൽ ഒരിക്കലും ആ ജീവിതത്തിൽ ഒരു ഇടിവും ഒരു ഉലച്ചിലും ഉണ്ടാവത്തില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എത്ര ഏജ് കുറഞ്ഞവനാലും എത്ര ഏജ് കൂടിയവരാണെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ ഉലച്ചിൽ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവനവന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവനവൻ ചെയ്യേണ്ട ധർമ്മത്തെക്കുറിച്ച് ബോധ്യമുള്ളവനാണെങ്കിൽ ആ ജീവിതത്തിൽ ഉലച്ചിൽ വരത്തില്ലെന്നുള്ളതാണ്. ഇന്നത്തെ ആ കുട്ടി പറയുന്നത്, സ്വന്തമായിട്ട് അതിന്റെ കുടുംബം അതിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നപ്പം, അതായത് അങ്ങനെ അതിന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ അതിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഹസ്ബൻഡിനെ കുറിച്ചാണെങ്കിൽ പോലും എന്താണ് പറയുക, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യം. ആ കുട്ടി പുറത്ത് പറയാത്തിടത്തോളം കാലം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വന്നു. അങ്ങനെ ആ കുട്ടി ഒരു തീരുമാനം എടുത്തു എന്നുള്ള കാര്യമാണ്. അപ്പൊ കുഞ്ഞാറ്റ പറഞ്ഞ ഒരു റീസെന്റ് അതിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഇതിനകത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഡിവോഴ്സ് ഈസ് നോട്ട് എ ഷെയിം.
ഇറ്റ് ഈസ് എ ചോയ്സ് ടു ലീവ് ടു ബ്രേവ് ടു ഗ്രോ എന്നുള്ള കാര്യം. ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു ഷെയിം അല്ല. കാരണം അത് ഈ തീരുമാനം എടുത്തപ്പം അതിന്റെ ഒരുപാട് കമന്റോളുകൾ വന്നതിനെ നാണം കെടുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. എന്തൊരു തീരുമാനമാണ് എടുത്തത് അതിന് ശരിക്കും ബോഡി ഷെയിം ചെയ്ത രീതിയിൽ സംസാരിച്ചവരോട് പറഞ്ഞിരുന്നു. ഡിവോഴ്സ് കാരണം ഇന്നത്തെ സമൂഹം അങ്ങനത്തെ ചിന്താഗതി ഉള്ളവരാ. എന്ത് സഹിച്ച് ക്ഷമിച്ച് നിക്കണം, സ്വന്തം അതായത് ഒരുമിച്ച് പോവാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് യാതൊരു തെറ്റുമില്ലെന്ന് തന്നെ പറയാം. പക്ഷെ ആ ഒരു തെറ്റല്ല, ആ ഒരു തീരുമാനം എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നുണ്ടോ? കുഞ്ഞാറ്റയ്ക്ക് സാധിച്ചു, അതിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം ആ കുട്ടി പറഞ്ഞ കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒരിക്കലും ഒരു നാണക്കേടല്ല എന്നുള്ള കാര്യം അല്ലേ. നമ്മള് മറ്റുള്ളവർ നോക്കണ്ടേ, അവനവന്റെ ജീവിതം അവനവന്റെയാണ്, അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവനവൻ തീരുമാനിക്കുക എന്നുള്ളത്. നമ്മൾ ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കും, അത് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നീട് നമുക്കതിൽ ഒരു ബ്രേക്കപ്പ് കൊടുക്കുക. അതിൽ യാതൊരു മറ്റുള്ളവർ തീരുമാനമില്ലെങ്കിൽ മറ്റുള്ളവരല്ലല്ലോ ജീവിക്കുന്നത്. അത് വളരെ വളരെ പോയിന്റ് ആയിട്ടുള്ള കാര്യം കുട്ടി എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ചധികം കാര്യങ്ങൾ അത് വേറൊരു ഇതാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. വ്യക്തമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിവോഴ്സ് അല്ലെ മുന്നോട്ട് വെച്ചത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്, അതായത് റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അത് പറയുന്നില്ല. 2 വർഷം മുമ്പേ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം കാര്യങ്ങൾ അത് പറഞ്ഞു. ഇതൊക്കെയാണ് ആ കുട്ടി പറയുന്നത് എന്നുള്ളത്. അല്ലാതെ രണ്ടുപേരും മുന്നോട്ട് വെച്ച കാരണങ്ങളൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും അതിന്റെ ജീവിതത്തിൽ അതെടുത്ത തീരുമാനം മറ്റൊരു അതുല്യോ അല്ലെങ്കിൽ മറ്റൊരു വിസ്മയോ ആവാൻ അത് നിന്നില്ല എന്നുള്ള കാര്യം. ഇതിനു മുമ്പ് നമ്മൾ അതുല്യയുടെ വിഷയം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ആരും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഈ ഒരു സാഹചര്യം വരുന്നത് എന്നുള്ള കാര്യം എന്തെങ്കിലും കുഞ്ഞാറ്റ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഓൾറെഡി ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ് ആയിട്ടിരിക്കുന്നത്. എന്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ്. പഠിത്തം, ജോലി, കൊച്ച്, യൂട്യൂബ്, പ്രമോഷൻ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ടയേർഡാണ്. എല്ലാം കൊണ്ടും എല്ലാം മാനേജ് ചെയ്ത് പോണേ. പിന്നെ അതുപോലെ എനിക്ക് അറിയാൻ പാടില്ല. വീട്ടിലെ നമ്മൾ നിൽക്കുന്നതിന്റെ വാടക, ഷിറ്റിംഗ് ആണ് വാടക, പിന്നെ ചിട്ടി, കാറിന്റെ CC, അങ്ങനെ ഒരുപാട്. അപ്പം സ്വന്തം ചാനലിലൂടെ അത് അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊത്തോളമാണെന്ന്. ഒരു കൊച്ചുകുട്ടി എന്ന നിലയിൽ അതിന്റെ ആ ഒരു സാഹചര്യത്തിൽ അത് അനുഭവിച്ച കാര്യങ്ങൾ അതിന് താങ്ങാൻ പറ്റാതെ അപ്പുറമായപ്പം സ്വന്തം പാർട്ട്ണർ എന്നൊരു കാര്യം എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഞാൻ വിവാഹം കഴിച്ച വ്യക്തിയല്ല, എന്നിരുന്നാലും നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മളെക്കാൾ ഒരുപടി നമ്മുടെ കുടുംബത്തിന് മേൽ ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നത്തെ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് പോകുന്നത് സ്ത്രീ മാത്രം കൊണ്ടുപോകുന്ന കുടുംബങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമ്മൾ എന്താണ് ഇല്ലേ കാളവണ്ടി വലിക്കുന്നത് പോലെ ഒരു സ്ത്രീ മാത്രം അവന്റെ കുടുംബം വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കാം അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കണം. ആ ഒരു സാഹചര്യം അതിന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ആസന ആർക്ക് വന്നാലും നമ്മൾ കളഞ്ഞിട്ട് അവരവന്റെ കാര്യം നോക്കുക എന്നുള്ളത്. എന്തിനിങ്ങനെ സ്വന്തമായിട്ട് സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആ ഒരു കുട്ടി ആ ഒരു തീരുമാനം എടുത്തെന്നുള്ള കാര്യം. പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീജനങ്ങൾ ഉണ്ടാവും ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടുപോകുന്ന സാഹചര്യം. എന്തുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ വിട്ട് അവനവന്റെ ലൈഫ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട കാര്യം അവനവനുള്ള ബാക്ക് സപ്പോർട്ട്, അവനവന്റെ ഫാമിലി, അവനവന്റെ കുടുംബം, അവന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് സ്ത്രീക്കും അത് പറ്റും. കുഞ്ഞാറ്റയ്ക്ക് അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അത് സംഭവിച്ചത്. അത് ആ ഒരു ഇതിൽ നിന്നും അതിന് പുറത്തു വരാനായിട്ട് പറ്റിയത്, അതിന് പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് വിദേശത്തേക്ക് പോയി, അത് നല്ലൊരു ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോയി. ഒരുപാട് പേർക്ക് ഇൻസ്പയർഡ് ആയത് കുഞ്ഞാറ്റ എടുത്ത ഒരു തീരുമാനം. അത് വേറെ വിസ്മയാവാനോ വേറെ അതുല്യാവാനോ അത് നിന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് ജീവിതങ്ങൾ ഇപ്പോഴും നരകിക്കുന്നുണ്ടാവും. കാരണം കുട്ടികളായാല് പ്രത്യേകിച്ച് ജോലി ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇതൊക്കെ സഹിച്ച് ജീവിതം സഹിക്കേണ്ടി വരുന്ന ജീവിതങ്ങളുണ്ട്. അവസാനം പല വാർത്തകളായിട്ട് നമുക്ക് അറിയേണ്ടി വരുന്ന സാഹചര്യം. എന്നാലും ആർക്കെങ്കിലും ഈ ഒരു മെസ്സേജ് കാരണം എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന രീതിയിൽ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ എനിക്ക് ഇത്രയോട് പറയാൻ. പുതിയ വീഡിയോയിൽ ബൈ.